എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ ദ 2D പ്ലെയിൻ. അപ്പോൾ ഒരു 2 ഡയമെൻഷണൽ പ്ലെയിൻ, അതായത് എക്സ് ആക്സിസ് വൈ ആക്സിസ് ഉള്ള എക്സ് വൈ പ്ലെയിൻ. ഇതിൽ ഇപ്പം നമുക്ക് കാണാം, ഇവിടെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, ADM. ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതൊരു അക്യൂട്ട് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ്സ്, എയുടെ കോർഡിനേറ്റ്സ് 3,4, ഡിയുടെ കോർഡിനേറ്റ്സ് 7,1, എമ്മിൻ്റെ കോർഡിനേറ്റ്സ് 9,6. അപ്പോൾ നമുക്കിവിടെ ലെങ്ത് ഓഫ് AD കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. നമുക്കിവിടെ ഒരു പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ എയിൽ നിന്ന് ഞാൻ ഇങ്ങനെ ഡോട്ടഡ് ലൈൻ ഇട്ട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അതുപോലെ ഡിയിൽ നിന്നും ഞാൻ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഡോട്ടഡ് ലൈൻ ഇട്ട് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഒരു പോയിൻറ്റ് P കിട്ടി. അപ്പോൾ പിയുടെ കോർഡിനേറ്റ്സ് എത്രയായിരിക്കും? പി എന്ന് പറയുന്നത് ഇവിടെ ഈ പി, എക്സ് കോർഡിനേറ്റ് 3, വൈ കോർഡിനേറ്റ് 1 അല്ലേ? 3 യൂണിറ്റ്സ് എക്സ് ആക്സിസിലേക്കും 1 യൂണിറ്റ് എബോവ് വൈ ആക്സിസിലേക്ക് 3,1. അപ്പോൾ 3,1 ആണെങ്കിൽ AP-യുടെ ലെങ്ത് എത്രയാണ്? AP എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് എടുത്താൽ മതി. എക്സ് കോർഡിനേറ്റ് രണ്ടിനും 3 ആണ്. വൈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് 4 - 1, 3 യൂണിറ്റ്സ് ആയിരിക്കും AP-യുടെ ലെങ്ത്. അടുത്തത് ഡി പി നോക്കിയാൽ 7 ആണ് ഡിയുടെ എക്സ് കോർഡിനേറ്റ്, പിയുടേത് 3. അപ്പോൾ 7 - 3 4 യൂണിറ്റ്സ്. വൈ കോർഡിനേറ്റ് രണ്ടിനും 1 ആണ്. അപ്പോൾ വൈ ഇത് 4 യൂണിറ്റ്സ് ആയിരിക്കും അല്ലേ? അപ്പോൾ 3ഉം 4ഉം ആണ് AP-യും DP-യും. ഇനി AD, ഇപ്പം നമുക്കൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കാണാം അല്ലേ? APD എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളാണ്. അപ്പോൾ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് AD എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് പെർപെൻഡിക്കുലർ സ്ക്വയർ, അതായത് 4² + 3². ഓൾറെഡി പഠിച്ച പൈതഗോറസ് തിയറമാണ്. സ്ക്വയർ റൂട്ട് ഓഫ് 16 + 9, സ്ക്വയർ റൂട്ട് ഓഫ് 25, ദാറ്റ് ഈസ് 5 യൂണിറ്റ്സ് ആയിരിക്കും AD-യുടെ ലെങ്ത്. ഇത് നമ്മൾ പൈതഗോറസ് തിയറം യൂസ് ചെയ്ത് സോൾവ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് MD കണ്ടുപിടിക്കാം. MD കണ്ടുപിടിക്കാനാണെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ രീതിയിലല്ലാതെ ഒരു പുതിയ കാര്യം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ കോർഡിനേറ്റ്സ്. ഇപ്പം ADയുടെ 3,4നെ ഞാൻ x1, y1 എന്ന് വിളിക്കുന്നു. ഡിയുടേതിനെ x2, y2 എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ഫോർമുല റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. ഇതിനെ x1 - x2 ദ ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതിയാലും സെയിം തന്നെയാണ്. ഈ കോർഡിനേറ്റ്സിൻ്റെ ഡിഫറൻസ് കണ്ടിട്ട് അതിൻ്റെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇവിടെ 7 - 3 ദ ഹോൾ സ്ക്വയർ, അതാണ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് 1 - 4 ദ ഹോൾ സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 4² പ്ലസ് -3² ഈക്വൽ ടു റൂട്ട് 16 പ്ലസ് -3² 9, റൂട്ട് 25, ദാറ്റ് ഈസ് 5 യൂണിറ്റ്സ് എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് പെട്ടെന്ന് തന്നെ ലെങ്ത്ത് കണ്ടുപിടിക്കാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ഡിസ്റ്റൻസ് ഫോർമുല. റൂട്ട് ഓഫ് x2 - x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1 ദ ഹോൾ സ്ക്വയർ. ഇത് ഫുൾ അണ്ടർ റൂട്ടിൽ ആണ്. അപ്പോൾ ഈ ഫോർമുല ഉപയോഗിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഇനി എൻഡ് ഓഫ് ചാപ്റ്റർ എക്സസൈസസ്. What are the x coordinates and y coordinate of the point of intersection of the two axes? അപ്പോൾ രണ്ട് ആക്സസ്, അതായത് y ആക്സിസ് ആൻഡ് x ആക്സിസ് വരയ്ക്കുന്നു. ഇത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ x വാല്യൂയും 0 ആണ്, y വാല്യൂയും 0 ആണ്. അപ്പോൾ 0, 0, that is the answer. 0, 0 is the point of intersection of the two axes. Answer 0, 0. Next one, point W has x coordinate equal to -5,
Can you predict the coordinates of point H which is on the line through W parallel to the y-axis? Which quadrants can H lie in? അപ്പോൾ ഇവിടെ 0 x-axis, ഇവിടെ -1, -2, -3, -4, -5. ഇതിനെ ഞാൻ W എന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി ഇവിടെ ഡബ്ല്യുവിൽ കൂടി പാസ് ചെയ്ത് പോകുന്ന ഒരു ലൈൻ, ഇതിലെ ഒരു പോയിൻ്റാണ് എച്ച് എന്ന് പറയുന്നത്. അത് ഇവിടെ എവിടെ വേണമെങ്കിലും വരാം. അല്ലേ, ഒരു പോയിൻ്റാണ് എച്ച്. എച്ച് ഒന്നുകിൽ ഇവിടെയാകാം, ഇവിടെയാകാം, അല്ലെങ്കിൽ ഇവിടെയാകാം, ഇവിടെയാകാം. അപ്പോൾ അതൊന്നുകിൽ ഏത് ക്വാഡ്രൻറ്റിലായിരിക്കും നമുക്കറിയാം. ക്വാഡ്രൻറ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എക്സ് വാല്യൂ പോസിറ്റീവ് ആയിരിക്കും, വൈ വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ എക്സ് വാല്യൂ നെഗറ്റീവ്, വൈ വാല്യൂ പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ എക്സും വൈയും നെഗറ്റീവ് ആയിരിക്കും. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എക്സ് പോസിറ്റീവ്, വൈ നെഗറ്റീവ്. അപ്പോൾ ഈ എച്ച് എന്ന് പറയുന്നത് ഒന്നുകിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായിരിക്കാം, അല്ലെങ്കിൽ തേർഡ് ക്വാഡ്രൻറ്റിലായിരിക്കാം. എച്ച് ക്യാൻ ബി ഇൻ സെക്കൻഡ് ഓർ തേർഡ് ക്വാഡ്രൻറ്റ്. എച്ചിൻ്റെ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം. അപ്പോൾ നെഗറ്റീവ് എച്ചിൻ്റെ കോർഡിനേറ്റ് പറയുമ്പോൾ എക്സ് വാല്യൂ -5 ആയിരിക്കും, വൈ വാല്യൂ എന്ത് വേണമെങ്കിലും ആകാം, -5, വൈ. അപ്പോൾ ഇവിടെയാണെങ്കിൽ -5, -2. താഴോട്ടാണെങ്കിൽ -5, -2. ആ രീതിയിൽ -5, വൈ. ഇനി അടുത്തത്, കൺസിഡർ ദ പോയിൻറ്റ്സ് ആർ 3, 0, a 0, -2, m -5, -2 and p -5, 2. If they are joined in the same order, predict. അപ്പോൾ ഇവിടെ ആർ 3, 0, ഇത് റെഡ് കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. ആർ 3, 0, a 0, -2, a 0, -2, m -5, -2, ഇവിടെ m -5, -2, p -5, +2. അപ്പോൾ ഇതിന് നേരെ എന്നു -5, +2, p. ഇനി ഈ പോയിൻറ്റ്സിനെ എല്ലാം കൂടി ജോയിൻ ചെയ്യുന്നു. അപ്പോൾ RAMP ഇങ്ങനെ. Two sides of ramp that are perpendicular to each other. Perpendicular അതായത് 90 ഡിഗ്രി ആംഗിളിൽ കട്ട് ചെയ്യുന്നത് ഏതാണ്? ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും. PM is perpendicular to MA. PM perpendicular to MA. Second, one side of ramp that is parallel to one of the axes. One side of ramp. ഇപ്പോൾ ഇവിടെ PM എടുത്താൽ PM is parallel to y axis. PM y ആക്സിസിന് പാരലൽ ആണ്. അതുപോലെ MA എടുത്താൽ MA is parallel to x axis. മറ്റുള്ളതൊന്നും പാരലൽ അല്ല. പാരലൽ എന്ന് പറയുമ്പോൾ എത്ര എക്സ്റ്റെൻഡ് ചെയ്താലും അത് കൂട്ടിമുട്ടില്ല. അടുത്തത്, two points that are mirror images of each other in one axis. Which axis will this be? മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം നമ്മുടെ ഫേസ് കണ്ണാടിയിൽ നോക്കുമ്പം ഈ കണ്ണാടിയെ നമ്മളൊരു ആക്സിസ്, ഒരു വൈ ആക്സിസ് ആണെന്ന് വെക്കുക. നമ്മൾ ആ കണ്ണാടിയുമായിട്ട് ഒരു അകലമുണ്ട്.
അതേ അകലമായിരിക്കും നമ്മുടെ ഇമേജും ആ കണ്ണാടിയുമായിട്ടും വരുന്നത്. അപ്പോൾ നമ്മൾ കണ്ണാടിയിൽ നിന്നും 3 യൂണിറ്റ്സ് നമ്മൾ നിൽക്കുന്നത് പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചാൽ ആ ഇമേജ് 3 യൂണിറ്റ്സ് നെഗറ്റീവ് സൈഡിലായിരിക്കും. അപ്പോൾ അതൊരു റിഫ്ലക്ഷൻ എന്ന് പറയാം. അതുപോലുള്ള പോയിൻറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. -5 -2 എന്ന ഈ M, അതുപോലെ -5 +2 എന്ന ഈ P. അപ്പോൾ ഈ എക്സ് ആക്സിസിനെ നമ്മളൊരു മിററാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിയാൽ ഒന്ന് -2 നമുക്ക് കാണാം. ഇവിടെ ഒരു -2, ഇവിടെ ഒരു +2 കാണാം. അപ്പോൾ എപ്പോഴും ഒരു മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ ആ സൈൻ ചേഞ്ച് ചെയ്തിട്ടായിരിക്കും കാണുക. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കണ്ണാടിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നിന്നും 3 യൂണിറ്റ്സ് അകലെ നിൽക്കുകയാണെങ്കിൽ ഇമേജ് -3 യൂണിറ്റ്സ് അകലെയായിരിക്കും കണ്ണാടിയിൽ നിന്നും. അതുപോലെ എക്സ് ആക്സിസിൽ നിന്നും ഒരു പോയിൻ്റ് -2 ആണെങ്കിൽ മറ്റേ പോയിൻ്റ് M -2 ആണ് അതിൻ്റെ y വാല്യൂ എങ്കിൽ y +2 ആണ്. അപ്പോൾ എക്സ് ആക്സിസ് ആണ് അതിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. P and M are the points. P and M are the points. അപ്പോൾ എക്സ് ആക്സിസ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ y വാല്യൂ ആയിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് വരിക. y ആക്സിസ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ എക്സ് വാല്യൂസ് ആയിരിക്കും ഓപ്പോസിറ്റ് സൈൻസിൽ വരുന്നത്. അപ്പോൾ ഇവിടെ എക്സ് ആക്സിസ് ആണ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇത്രയും ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കി ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയ വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.